ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഷിപ്പുഡൻ എന്ന ഫാൻമെയ്ഡ് മാങ്കയുടെ പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം 2ഉം കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മുടെ ഗോക്കു കാമേഹാമേഹ വെച്ച് കിസാമയെ അടിച്ചിടുന്നതും നമ്മുടെ കിസാമയും ഇറ്റാച്ചിക്കും ഗോക്കു എത്രത്തോളം ശക്തനാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഇറ്റാച്ചി പറയും, ഇനി നമുക്ക് റിസ്ക് എടുക്കണ്ട, ഇനി എപ്പോഴും ഉള്ളതുപോലെ ഫൈറ്റ് തുടങ്ങാം. അപ്പോഴേക്ക് സ്കൈയൊക്കെ കുറച്ചായി ഡാർക്ക് ആകാൻ വേണ്ടി തുടങ്ങും. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോക്കു ഇറ്റാച്ചിയുടെ സുക്കിയോമിയിൽ പെട്ടിട്ടാണുള്ളത്. അതായത് ഇറ്റാച്ചിയുടെ സുക്കിയോമി എന്ന് പറയുന്നത് ഒരു ഇലൂഷൻ പോലുള്ള ഗെഞ്ചിറ്റ്സു ആണ്. ഇപ്പോൾ ഗോക്കുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോക്കുവിന്റെ അടുത്തു നിന്നുള്ള കല്ലറയിൽ നിന്നും ഗോക്കുവിന്റെ യൂണിവേഴ്സിലുള്ള വില്ലന്മാരൊക്കെ എഴുന്നേറ്റ് വരാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഇവിടെ മറുഭാഗത്ത് കിസാമയാണെങ്കിൽ ഒരു വാട്ടർ ജിറ്റ്സു വെച്ച് ഗോക്കുവിനെ മുഴുവനായും വെള്ളം കൊണ്ട് നിറക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ നമ്മുടെ ഗോക്കുവിന് കറക്റ്റായി മനസ്സിലാവും താൻ എന്തോ ഗെഞ്ചിറ്റ്സു പോലുള്ള ഒരു ഇലൂഷനിൽ പെട്ടിട്ടാണ് ഉള്ളതെന്ന്. എന്നാൽ നമ്മുടെ ഗോക്കുവിനാണെങ്കിൽ ഇങ്ങനെയുള്ള ഇലൂഷനിൽ നിന്നും എങ്ങനെയാണ് പുറത്തേക്ക് വരേണ്ടതെന്ന് നല്ലതുപോലെ അറിയാം. അങ്ങനെ നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഇറ്റാച്ചിയുടെ ഈ ഒരു ഇലൂഷനിൽ നിന്നും പുറത്തേക്ക് വരുന്നു. എന്നാൽ ഗോക്കു പുറത്തെത്തിയപ്പോഴേക്കും കിസാമെ ക്രിയേറ്റ് ചെയ്ത ഒരു വെള്ളത്തിനുള്ളിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ കിസാമെ പറയും, ഇത്ര വേഗം ഇറ്റാച്ചിയുടെ ഗെഞ്ചിറ്റ്സുവിൽ നിന്നും പുറത്തു വന്നോ? ഇറ്റാച്ചിയുടെ ഗെഞ്ചിറ്റ്സിൽ നിന്നും പുറത്തു വരുന്നത് എന്ന് പറയുന്നത് കുറച്ച് റെയർ ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഇത് പറഞ്ഞ ഉടൻ തന്നെ കിസാമയും ഗോക്കുവും തമ്മിൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഫൈറ്റിൽ നമ്മുടെ കിസാമയാണെങ്കിൽ നിനക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ജയൻ ഷാർക്കിനെ സമൺ ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ ഗോക്കുവിന് മനസ്സിലാകും ഇത് കുറച്ച് ഡേഞ്ചർ ആണ്, ഇവൻ പോകെ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോക്കു മനസ്സിലാക്കുന്നു. ഈ സമയം നമ്മുടെ ഗോക്കു ആണെങ്കിൽ തന്റെ കീ എനർജി വെച്ച് ആ ഒരു ഷാർക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഇത് കണ്ട് കിസാമ പറയും, നീ എത്രയൊക്കെ നിന്റെ ഈ ഒരു പവർഫുൾ അറ്റാക്ക് കൊടുത്താലും അത് ഈ ഒരു ഷാർക്ക് അബ്സോർബ് ചെയ്ത് പിന്നെയും പവർഫുൾ ആയിക്കൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട് നമ്മുടെ ഗോക്കു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ എനർജി അബ്സോർബ് ചെയ്താലും അതിനൊരു ലിമിറ്റ് ഉണ്ട്, എന്നാൽ അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗോക്കുവിന്റെ മുഴുവൻ പവറും എടുത്ത് ആ ഒരു ഷാർക്കിന് നേരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആ ഒരു വലിയ വാട്ടർ ബോൾ അങ്ങനെ തന്നെ ബ്ലാസ്റ്റ് ആക്കുന്നു. അങ്ങനെ ഈ സമയം താഴെ നിന്നും ഇറ്റാച്ചി മുകളിലോട്ട് നോക്കുമ്പോൾ ഗോക്കു അവിടെ നിൽക്കുന്നുണ്ടാകും. അങ്ങനെ കിസാമ ഇറ്റാച്ചിയോട് പറയും, ഇവനെ എതിർത്ത് നിൽക്കുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടുപോയതുപോലെയാണ് എന്നും പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഗോക്കു ആണെങ്കിൽ താഴെ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ സമയമാണ് ഇറ്റാച്ചി പറയുന്നത്, ഇവൻ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, ഇവന്റെ മൂവ്സും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, ഇനി നമുക്ക് ഇവനെ ഈസി ആയിട്ട് പിടിക്കാൻ കഴിയുമെന്നും ഇറ്റാച്ചി പറയും. ഇത് കേട്ട് നമ്മുടെ കിസാമെ അത് എങ്ങനെ പിടിക്കൂ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ നീ കണ്ടോ എന്നും പറയുന്നു. അത് കഴിഞ്ഞ് ഇറ്റാച്ചി ഗോക്കുവിനോട് പറയും, നീ എന്നേക്കാൾ പവർഫുൾ ആയ ആളായിരിക്കാം, പക്ഷെ നിന്റെ മൈൻഡ് വീക്ക് ആയിട്ടുള്ളതാണ്, എന്റെ മുഴുവൻ പവറും നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിന്നെയും ഗെഞ്ചിറ്റ്സുലാക്കും. അപ്പോൾ നമ്മുടെ ഗോക്കു എന്ത് ഗെഞ്ചിറ്റ്സു, അപ്പോൾ ഞാൻ അതിൽ നിന്നും പുറത്തു വന്നില്ലേ എന്ന് ഗോകുവിന് തന്നെ കൺഫ്യൂഷൻ ആകും. ഈ സമയം നമ്മുടെ ഇറ്റാച്ചിയും കിസാമയും പറയും, നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, നീ ഇനി അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂ എന്ന് പറയുന്നു. അപ്പോൾ ഗോകു അത് ആരാണ് എന്ന രീതിയിൽ നോക്കുമ്പോഴാണ് നമ്മുടെ ഗോകുവിന്റെ ഫൈറ്റ് ഒക്കെ ഒരാൾ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോഴതാ മുകളിൽ ഒരു പെണ്ണ് ഇരിക്കുന്നുണ്ടാകും. അങ്ങനെ ആ ഒരു പെണ്ണ് താഴെ ഇറങ്ങി ഗോകുവിനെ കണ്ട്, നിന്നെ കാണാൻ പവർഫുൾ ആയിട്ടാണല്ലോ ഉള്ളത് ഇറ്റാച്ചി മാസ്റ്റർ, കിസാമെ മാസ്റ്റർ, ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യാമെന്നും പറയുന്നു. അപ്പോഴേക്കും ഗോകു എന്ത്, ആ ഒരു പെണ്ണ് എന്നെ ഡിഫീറ്റ് ചെയ്യാനോ? അപ്പോഴേക്കും ആ ഒരു പെണ്ണ് പറയും, എനിക്ക് ഈ ജിറ്റ്സും കാര്യങ്ങളൊന്നും അറിയില്ല, ആകെ അറിയാവുന്നത് കുറച്ച് മാർഷൽ ആർട്സ് മാത്രമാണ്, ഞാൻ തോൽക്കുന്നുണ്ടെങ്കിലും ഇത് വെച്ച് മാത്രമേ ഫൈറ്റ് ചെയ്യുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ ഗോകു എന്നാൽ പിന്നെ ഓക്കെ ഫൈറ്റ് തുടങ്ങാമെന്നും പറയുന്നു. അപ്പോഴേക്കും ആ ഒരു പെണ്ണ് തന്റെ കയ്യിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത്, എന്റെ കയ്യിൽ 2 ചോക്ലേറ്റ് ഉണ്ട്, നിനക്കിത് വേണോ എന്ന് നമ്മുടെ ഗോകുവിനോട് ചോദിക്കും. ഇത് കേട്ട് ഗോകുവിനൊന്നും മനസ്സിലാകില്ല. പെട്ടെന്ന് ഗോകു പറയും, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞ് അത് രണ്ടുപേരും കൂടി തിന്നാൻ വേണ്ടി തുടങ്ങും. ഇത് കാണുന്ന ഇറ്റാച്ചി കിസാമയാണെങ്കിൽ രണ്ടുപേർക്കും എവിടെയോ കുറച്ച് ലൂസ് ആയിട്ടുണ്ട് എന്ന രീതിയിൽ നോക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് രണ്ടുപേരും ഫൈറ്റിന് റെഡിയായിരിക്കും. അങ്ങനെ ഗോകു പറയും, നമ്മൾ ഫൈറ്റ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആരാണെന്ന് പരസ്പരം ഇൻട്രോഡ്യൂസ് ചെയ്യാം. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് പറയാൻ തുടങ്ങും, ഞാനാണ് സൺ ഗോക്കു. അതായത് രണ്ടുപേരും ഒരുമിച്ചാണ് ഇത് പറയുന്നത്. അങ്ങനെ പരസ്പരം പിന്നെയും പറയാൻ തുടങ്ങും, എന്ത് സൺ ഗോക്കോ, ഞാനാണ് യഥാർത്ഥത്തിൽ സൺ ഗോക്കു. അങ്ങനെ രണ്ടുപേർക്കും ഒരേ പേരോ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ റിയൽ ഗോക്കു പറയും, എന്റെ മുത്തച്ഛനാണ് ഈ ഒരു പേര് എനിക്ക് വച്ചതെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഫീമെയിൽ ഗോക്കും അതുപോലെ തന്നെ തിരിച്ചും പറയാൻ തുടങ്ങും. അങ്ങനെ പിന്നെയും നമ്മുടെ ഗോക്കു പറയും, നിനക്ക് ചെറുപ്പത്തിൽ പുറകിൽ വാലുണ്ടായിരുന്നു എന്ന് ചോദിക്കും. അങ്ങനെ ഫീമെയിൽ ഗോക്കു ഞെട്ടിക്കൊണ്ട്, എനിക്കുണ്ടായിരുന്നു, അതെങ്ങനെ നിനക്കറിയാമെന്ന് ചോദിക്കുന്നു. അങ്ങനെ നമ്മുടെ റിയൽ ഗോക്കു പറയും, എന്റെ മുത്തച്ഛന്റെ പേരാണ് ഗ്രാൻഡ് പാ ഗോഹാൻ.
ഗോഹാൻ, എന്റെ മകനും ഞാൻ ഈ ഒരു സെയിം പേരാണ് വച്ചത്. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഫീമെയിൽ ഗോക്കു എന്റെ മകനും ഞാൻ ഈ ഒരു ഗോഹാൻ എന്ന പേരാണ് വച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നെയും പറയുന്നു. ഞാൻ പുറത്തു നിന്നുള്ള വേൾഡിൽ നിന്നും വന്നതാണ്, അതിനുശേഷം ഇവിടെ അക്കുട്സുക്കി ഗ്രൂപ്പിൽ കയറി ഇവരെ ഹെൽപ്പ് ചെയ്യുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഫീമെയിൽ ഗോക്കു പറയുന്നു. ഈ സമയം നമ്മുടെ കിസാമെ പറയും സംസാരിച്ചത് മതി, വേഗം അവനെ അങ്ങ് തീർത്തിട്ട് നമുക്ക് പോകാം, വേറെ പണിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നു. അങ്ങനെ ഫീമെയിൽ ഗോക്കും ഞാൻ ഈ ഒരു ഫൈറ്റ് വേഗം തന്നെ അവസാനിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ റിയൽ ഗോക്കുവിനോട് എന്നെ കണ്ടതിൽ സന്തോഷമെന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ പോവുകയാണ്. അങ്ങനെ അതിനുശേഷം രണ്ടാമതും ഇറ്റാച്ചിയും കിസാമയും കാണിക്കുന്നു. ഈ സമയം നമ്മുടെ ഗോക്കുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോക്കു അനങ്ങാതെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അതായത് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോക്കു ഓൾറെഡി ഇറ്റാച്ചിയുടെ ഗെഞ്ചിറ്റ്സുവിലാണ്. അതായത് ആ ഒരു ഫീമെയിൽ ഗോക്കു വന്നില്ലേ, ആ ഒരു ഫീമെയിൽ ഗോക്കു വരുന്നത് തൊട്ട് ഗോക്കു ഗെഞ്ചിറ്റ്സുവിൽ പെട്ടിട്ടാണ് ഉള്ളത്. അതായത് ഗോക്കു വേറൊരു ഇല്യൂഷനിലാണ് ഉള്ളത്. എന്നാൽ ഗോക്കുവിന്റെ ബോഡി ആണെങ്കിൽ അനങ്ങാതെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ഈ സമയം നമ്മുടെ ഇറ്റാച്ചി പറയും അവന്റെ പവറും സ്ട്രെങ്ത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല, പക്ഷെ അവന്റെ മൈൻഡ് കുറച്ച് വീക്ക് ആയിട്ടാണ് ഉള്ളത്. ഗോക്കു ഇപ്പോൾ ഗെഞ്ചിറ്റ്സുവിലാണ് എന്ന് അവന് തന്നെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം ചാക്ര ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഗോക്കുവിന് ഇത് ഗെഞ്ചിറ്റ്സു ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പുറത്തു വരാൻ അവന് കഴിയും. അതായത് നമ്മുടെ ഇറ്റാച്ചി കുറച്ചധികം കഷ്ടപ്പെട്ടാണ് ഗോക്കുവിനെ ഇങ്ങനെ ഗെഞ്ചിറ്റ്സുവിൽ പിടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് നമ്മുടെ കിസാമെ ഇറ്റാച്ചിയോട് പറയും സാസോരിയുടെ ആ ഒരു പോയ്സൺ ഇല്ല, അത് വെച്ച് ഇവനെ ഇല്ലാതാക്കിയാലോ എന്ന് പറഞ്ഞ് കിസാമെ ആ ഒരു പോയ്സൺ എടുത്ത് ഗോക്കുവിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഗോക്കുവിന് ആ ഒരു പോയ്സൺ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കിസാമയെ നോക്കി ഒരു കുണായി അവിടെ വരുന്നു. ഇത് ആരാണ് കിസാമയെ അറ്റാക്ക് ചെയ്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായി അതാ നമ്മുടെ നറൂട്ടോയും ജിറായ സെൻസയും അവിടെ എത്തിയിട്ടുണ്ടാകും. അതോടുകൂടി ഇന്നത്തെ ഈ ഒരു പാർട്ടും അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നെക്സ്റ്റ് പാർട്ടുമായി പിന്നെ വരാം.